എല്ലാവർക്കും നമസ്തേ. അങ്ങനെ ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള പോര് കനക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ജനവാസ കേന്ദ്രങ്ങളാണിപ്പോൾ പാകിസ്ഥാൻ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ പരമാവധി പാക് ജനതയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ അവരെ ആക്രമിക്കാൻ ശ്രമിക്കാതെ പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രങ്ങൾ മാത്രം ആക്രമിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവർ പാവപ്പെട്ട ഗ്രാമീണർക്ക് മേൽ ബോംബ് വർഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ നമ്മൾ തീർത്തും പരാജയപ്പെടുത്തി. എങ്കിലും ഒന്ന് രണ്ടിടങ്ങളിൽ ദൗർഭാഗ്യകരമായ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് ഒന്ന് രണ്ട് പേർക്ക് പരിക്കേറ്റു. അതിലൊരാളുടെ നില, ഒരു സ്ത്രീയുടെ നില ഗുരുതരമാണെന്ന് ആണ് അറിയുന്നത്. ഏകദേശം 40% പൊള്ളലേറ്റുമെന്നും ഉള്ള വാർത്തകളൊക്കെ വരുന്നു. നമ്മൾ ശക്തമായ തിരിച്ചടിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഉള്ള സാഹചര്യത്തിലാണ് നമ്മുടെ രാജ്യത്തിനകത്തുള്ള ഈ ഇന്ത്യ വിരുദ്ധരെ നമ്മൾ തിരിച്ചറിയേണ്ടത്. കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് നമ്മുടെ വാർത്താമാധ്യമങ്ങളിലും നിഷ്പക്ഷമതികളായിട്ടുള്ള ചില അവതാരകർ, യൂട്യൂബേഴ്സും ഒക്കെ നമ്മുടെ നാട്ടിലെ ഒരു നേതാവിൻ്റെ പ്രസ്താവനയെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഡ്വക്കേറ്റ് ജയശങ്കർ ഉൾപ്പെടെ വളരെ അധികം വിമർശിച്ച ഒരു പ്രസ്താവനയാണ്. ഞാൻ ആ പ്രസ്താവന കേട്ടില്ല. കാരണം അയാളെ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട്. കാരണം അദ്ദേഹം തീർത്തും ഇന്ത്യ വിരുദ്ധനും ഹിന്ദു വിരുദ്ധനും ഒക്കെ ആയതുകൊണ്ട്. മറ്റാരുമല്ല, CPM നേതാവായിട്ടുള്ള, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള M സ്വരാജ് എന്ന് പറയുന്ന നേതാവിൻ്റെ കാര്യമാണ് വിമർശന വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് കയറി നിരപരാധികളെ കൊന്നൊടുക്കി അതിന് മറുപടിയായിട്ട് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ മാത്രം ആക്രമിച്ച് തകർത്ത് ആ ഭീകര നേതാക്കളെ കാലപുരിക്ക് അയച്ച ആ സംഭവത്തിനെ വിമർശിച്ച് ആണ് അദ്ദേഹം പ്രസ്താവന ഇറക്കിയത് എന്നാണ് അറിയുന്നത്. നമ്മുടെ രാജ്യത്ത് കയറി വർഷങ്ങൾ കൊണ്ട് ഇത്തരം നിരപരാധികളെ കൊല്ലുന്ന ഇത്തരം നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ട് അതിനെ വിമർശിക്കാനോ അതിനെ അപലപിക്കാനോ തയ്യാറാകാത്ത ഈ സ്വരാജ് എന്ന് പറയുന്ന ഈ രാജ്യവിരുദ്ധൻ, അദ്ദേഹം CPMൻ്റെ നേതാവാണ്. ഈ ഒരു നമ്മൾ പ്രത്യാക്രമണം, ആ ഭീകര താവളങ്ങൾ മാത്രം തകർത്ത് ഭീകരരെ മാത്രം ഇല്ലായ്മ ചെയ്തപ്പോൾ അതിനെ വിമർശിക്കുന്നതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ആ മാനസിക നിലയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നിലപാടിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരുടെ പ്രധാന നേതാവ്, അതായത് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി ഇന്ത്യ ചെയ്തതിനെ അനുകൂലിച്ച് സംസാരിച്ചു എന്നുണ്ടെങ്കിലും അത് ഈ ജയശങ്കർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് അത് അനുകൂലിച്ച് പറഞ്ഞതും മനസ്സോടെയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഈ യുദ്ധം മുറുകിയാൽ, ഒരു അടിയന്തരാവസ്ഥ ഉണ്ടായാൽ ഇവരൊക്കെ ഇന്ത്യക്കെതിരായിട്ട് സംസാരിച്ചാൽ ഇവരെയൊക്കെ പിടിച്ചകത്തിടും എന്നുള്ള ഒരു ഭീതി കൊണ്ടാണ് MA ബേബി ഇങ്ങനെ ഇതിനെ ഒരു ഒഴുക്കൻ മട്ടിൽ അനുകൂലിച്ചത് എന്നാണ് ഈ ചർച്ചകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അവരതിന് കാരണവും പറയുന്നുണ്ട്. ഇന്ത്യ ചൈന യുദ്ധം നടന്ന സമയത്ത് അന്ന് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അന്ന് യുദ്ധം ഉണ്ടായ സമയത്ത് ഇന്ത്യക്കെതിരെ ഇവർ ശക്തമായ നിലപാടുകളും നീക്കങ്ങളുമായിട്ട് രംഗത്തിറങ്ങിയപ്പോൾ നെഹ്റുവിൻ്റെ സർക്കാർ ഈ EMS ഉൾപ്പെടെയുള്ള നേതാക്കളെ പിടിച്ച് ജയിലിലടച്ചു എന്ന് പറയുന്നുണ്ട്. ആ ഒരു സംഭവം കാരണം, ആ ഒരു അനുഭവം കാരണം ഇവർ മനസ്സോടെ അല്ലെങ്കിലും, ഈ CPM നേതാക്കൾ മനസ്സോടെ അല്ലെങ്കിലും ഇന്ത്യ ഈ തിരിച്ചടിയെ, ഭീകരകേന്ദ്രങ്ങളിലേക്കുള്ള തിരിച്ചടിയെ അനുകൂലിച്ച് സംസാരിച്ചു എന്നേ ഉള്ളൂ എന്നാണ് ചർച്ചകളിൽ പലരും പറയുന്നത്. അതെന്തും ആയിക്കോട്ടെ, ഇത്തരം സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ ഇറക്കുന്നവരെ തീർച്ചയായും നമ്മൾ നിലയ്ക്ക് നിർത്തണം എന്നുള്ളത് ഈ രക്ഷയ്ക്ക്, രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക്
വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. അത് നമ്മുടെ കേരളത്തിൽ അത് ചെയ്യത്തില്ല, ചെയ്യുകയില്ല എന്നുള്ളത് നമുക്കറിയാം. കാരണം കേരളം ഭരിക്കുന്നത് CPM ആണ്. CPM എന്തായാലും ഒരിക്കലും അവരുടെ നേതാവിനെതിരെ നടപടി സ്വീകരിക്കത്തില്ല, കേസെടുക്കത്തില്ല എന്നുള്ളതും നമുക്കറിയാം. പക്ഷേ ഇതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ രാജ്യത്ത് ഫെഡറൽ സംവിധാനം അത്യാവശ്യമാണ്. പക്ഷേ ഈ വിദ്യാഭ്യാസവും ഇതുപോലെ പോലീസ് വകുപ്പുകൾ ഒക്കെ നേരിട്ട് കേന്ദ്രം തന്നെ ഭരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ ഇതുപോലുള്ള സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ഇതേപോലെ നിരവധി പേര് CPM-ൻ്റെ പ്രധാനപ്പെട്ട ചുമതലയിലിരിക്കുന്നവർ, അവരുടെ പ്രധാന നേതാക്കൾ പലരും ഇന്ത്യയെ അപലപിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തിനേറെ പറയുന്നു, നമ്മുടെ ഹൈദരാബാദിൽ നിന്നുള്ള MP അസദുദ്ദീൻ ഒവൈസി, അദ്ദേഹം പോലും പാകിസ്ഥാനെ നമ്മൾ തീർക്കണം, പാകിസ്ഥാന് ചുട്ട മറുപടി കൊടുക്കണം എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രസ്താവനകൾ ഇറക്കുന്നു. ചിലർ പറയുന്നത് പുള്ളി ആത്മാർത്ഥത കൊണ്ടല്ല, അത് ഒരു ഷോ ആണെന്നൊക്കെ പറയുന്നത്. ഷോ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം പോലും ഇങ്ങനെ ഇന്ത്യ സർക്കാരിന് അനുകൂലമായിട്ട്, നമ്മുടെ ഭാരതത്തിൻ്റെ സൈനിക നീക്കത്തിനും അനുകൂലമായിട്ട്, കാരണം അദ്ദേഹം ഒരു കടുത്തൊരു മതവാദിയായിട്ട് കൂടി അദ്ദേഹം നമ്മുടെ നടപടികളെ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുമ്പോൾ, സ്വരാജിനെ പോലെയുള്ള ഒരു നേതാവ് ഇതിനെ അപലപിക്കുകയും ഇതിനെ എതിരായിട്ടും പറയുമ്പോൾ അതിൻ്റെ ആ ഒരു അലയൊലി തീർച്ചയായും കേരളത്തിലെ ഒരു നല്ലൊരു വിഭാഗം ജനങ്ങളിൽ നമ്മുടെ ഇന്ത്യക്കെതിരായിട്ടുള്ള വികാരം ഉണ്ടാകാൻ കാരണമാകും. കാരണം കേരളത്തിൽ CPM പ്രധാനപ്പെട്ട ഒരു പാർട്ടി തന്നെയാണ്. നല്ലൊരു വളരെയേറെ ആൾക്കാർ അതിൻ്റെ CPM-ൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണല്ലോ അവർ ഭരണത്തിലേറുന്നത്. അങ്ങനെ ഒരു നേതാവ് ഇന്ത്യയെ വിമർശിച്ചുകൊണ്ട് രംഗത്തിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ആ CPM-ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ജനങ്ങളിൽ ഭാരതത്തിനെതിരായിട്ടുള്ള ഒരു വികാരം ഉണ്ടാകും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ കൂടി അവരിൽ നല്ലൊരു ശതമാനവും ഭാരതം എന്നുള്ള ആ ഒരു വികാരം ഇല്ലാത്ത ആൾക്കാരാണ് CPM-ലെ നല്ലൊരു ശതമാനം ആൾക്കാരും. അവരിപ്പോഴും ചൈനയെ പിന്തുണയ്ക്കുന്നവരാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ ഈ നടപടികളെ, ഭാരത സർക്കാരിൻ്റെ നടപടികളെ എതിർത്ത് സ്വരാജിൻ്റെ കൂട്ടുള്ള ഒരു പ്രധാന നേതാവ് പ്രസ്താവന ഇറക്കുന്നത്. ഇതൊരിക്കലും നമ്മൾ അനുവദിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. കേരള സർക്കാർ അതിനെതിരെ, കേരള പോലീസ് അതിനെതിരെ നടപടി എടുത്തില്ല. കേരള പോലീസ് എടുക്കത്തില്ല, കാരണം പോലീസിനെ ഇവിടെ രാഷ്ട്രീയവൽക്കരിച്ച് അവരുടെ ഒരു പോഷക സംഘടന പോലെ ആക്കി തീർത്തിരിക്കുകയാണ് ഈ കേരളത്തിലെ പോലീസിനെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ അത് നടപടി എടുക്കത്തില്ല, കേരള പോലീസ് നടപടി എടുക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കേന്ദ്രത്തിന് ഇത്തരക്കാരെ മര്യാദ പഠിപ്പിക്കാൻ NIA ഉൾപ്പെടെയുള്ള ഏജൻസികളെ ഉപയോഗിച്ച് ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കുകയാണ് വേണ്ടത്. അതിനൊട്ടും അമാന്തം കാണിക്കരുത്. ഇനിയൊരു ഇതേപോലെ ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു ശബ്ദം ഇന്ത്യക്കുള്ളിൽ നിന്ന് ഉണ്ടാകാൻ അനുവദിച്ചുകൂടാ എന്നുള്ള ഒരു ദൃഢനിശ്ചയമാണ് കേന്ദ്ര സർക്കാർ ഈ സാഹചര്യത്തിൽ, ഈ സമയത്ത് സ്വീകരിക്കേണ്ടത്. അങ്ങനെ ഇന്ത്യക്കെതിരെ ശബ്ദിക്കുന്നവർ, അവരെത്ര വലിയ നേതാവായിക്കോട്ടെ, എത്ര വലിയ പൊസിഷനിലിരിക്കുന്നവരായിക്കോട്ടെ, അവരെ നിലയ്ക്ക് നിർത്താൻ ഭാരത സർക്കാർ തയ്യാറാകണം. ഈ പല CPM-കാരായിട്ടുള്ളവരുടെ, CPM പ്രവർത്തകരുടെ, അവർ സർക്കാർ ഉദ്യോഗസ്ഥർ വരെ ഉണ്ട്. അവരുടെയൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ വായിച്ചാൽ, അവരെഴുതിയിരിക്കുന്നത് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാകും ഈ CPM എന്നുള്ള പാർട്ടിയുടെ അണികൾ എത്രമാത്രം ഇന്ത്യ വിരുദ്ധരാണെന്നുള്ള കാര്യം. അവരെ ആ രീതിയിൽ ഇന്ത്യക്ക് എതിരായിട്ട് ഉള്ള ഒരു വികാരം അവർക്കുള്ളിൽ ഈ CPM എന്ന് പറയുന്ന പാർട്ടി വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ളതാണ് ഇത്തരക്കാരുടെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ, ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി പുറത്തു വരുന്നത്. അപ്പോൾ അത് ഒരിക്കലും ഇനി അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകരുത്.
അതിനെ അത്തരക്കാരെ നിലയ്ക്ക് നിർത്താൻ തന്നെയാണ് കേന്ദ്ര സർക്കാർ തയ്യാറാകേണ്ടത്. നമ്മുടെ ഈ ഭാരതത്തിൽ വസിക്കുന്നവരാരായാലും ഭാരതം ആണ് അവരുടെ ഒന്നാം പരിഗണന എന്നുള്ള രീതിയിൽ തന്നെയുള്ള നിലപാടുമായിട്ടാണ് രാജ്യം മുന്നോട്ട് പോകേണ്ടത്. ഭാരതമല്ല അവരുടെ ഒന്നാം പരിഗണന എന്ന് ചിന്തിക്കുന്ന ആരുണ്ടെങ്കിലും അവരുടെ ഒന്നാം പരിഗണനയുള്ള രാജ്യത്തേക്ക് പോകൂ എന്നുള്ള കർശന നിലപാടാണ് ഭാരത സർക്കാർ സ്വീകരിക്കേണ്ടത്. ഒന്നുകിൽ അവർ ഭാരതത്തിനെ ഒന്നാമത് പരിഗണിച്ചുകൊണ്ട് ഈ ഭാരതത്തിലെ യഥാർത്ഥ പൗരനായി തുടരുക, അല്ലെങ്കിൽ അവരൊന്നാം പരിഗണന കൊടുക്കുന്നത് ചൈനയാണെങ്കിൽ ചൈന, പാകിസ്ഥാനാണെങ്കിൽ പാകിസ്ഥാൻ, അവിടേക്ക് പോകുക. ഇതിന് രണ്ടിനും തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ അവരെ പിടിച്ച് ജയിലോ ജയിലിൽ തന്നെ ഇടണമെന്നില്ല, അവരെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഭാരതത്തെ സ്നേഹിക്കുന്ന, ഭാരതം എന്ന വികാരം അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്നിടം വരെ അവർക്ക് വേണ്ട പഠനങ്ങൾ നൽകുക, ക്ലാസ്സുകൾ നൽകി അവരെ ഭാരതം എന്ന ഒരു വികാരത്തിലേക്ക് കൊണ്ടുവരുവാൻ നമ്മുടെ കേന്ദ്ര സർക്കാർ തയ്യാറാകണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ശത്രു രാജ്യങ്ങളെക്കാൾ വലിയ ഭീഷണിയും വലിയ ദോഷവുമായിരിക്കും ഇത്തരക്കാരിൽ നിന്ന് നമ്മുടെ രാജ്യം നേരിടേണ്ടി വരിക എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി തന്നെ നമ്മുടെ ഈ സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.